ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. നമ്മൾ എല്ലാവരും പല ആവശ്യങ്ങളുമായി സർവശക്തനായ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. കുറെ ദിക്റുകളും സ്വലാത്തുകളും എല്ലാം ചൊല്ലിയിട്ടും കുറെ പേർക്ക് ഉത്തരം കിട്ടാറില്ല. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും, എന്തുകൊണ്ടാണ് അള്ളാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കാത്തത്? നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തും ദുആകളും സർവശക്തനായ അള്ളാഹു കേൾക്കുന്നതാണ്. നമ്മുടെ ദുആക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, അള്ളാഹു തആല എന്തുകൊണ്ടാണ് എൻ്റെ ദുആ സ്വീകരിക്കാത്തത് എന്ന്? എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാകുമോ? അല്ലെങ്കിൽ അള്ളാഹു തആല എൻ്റെ ദുആ കേട്ടില്ലേ എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുമല്ലോ. പക്ഷേ നമ്മുടെ ഓരോ ദുആയും അള്ളാഹു തആല കേൾക്കും. നമ്മുടെ സങ്കടങ്ങൾ കാണും. പക്ഷേ അള്ളാഹുവിന് എല്ലാം അറിയാം. നമ്മൾ ചോദിച്ചത് നമുക്ക് തന്നാൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മോശമായി സംഭവിച്ചാൽ നമുക്കത് താങ്ങാനാവില്ല എന്ന്. അള്ളാഹു അത് നിങ്ങൾക്ക് തരാതെ അതിന് പകരം ഹൈറായത് നൽകുന്നതാണ്. ഉദാഹരണമായി, നിങ്ങൾ ഒരാളെ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷെ എത്ര ദുആ ചെയ്തിട്ടും ആ ആളെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ ആ വ്യക്തിയെ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശമായി സംഭവിക്കുമെങ്കിൽ അള്ളാഹു അത് തടഞ്ഞിട്ട് ഹൈറായ ഒരു ഇണയെ നൽകി നിങ്ങളെ സന്തോഷിപ്പിക്കും. ഉത്തരം നൽകാതെ സർവശക്തനായ അള്ളാഹു നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതാണ്. നമ്മുടെ ദുആക്ക് ഉത്തരം നൽകാതെ അതിനുള്ള പ്രതിഫലം അള്ളാഹു നാളെ പരലോകത്ത് നൽകുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നും പറഞ്ഞ് തളർന്നു പോകരുത്. തുടർച്ചയായി ദുആ ചെയ്യുക, കരഞ്ഞു ദുആ ചെയ്യുക, എന്നും തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക. ചെയ്ത പാപങ്ങൾക്ക് തൗബ ചെയ്യുക. ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് അള്ളാഹുവിനോട് തുറന്നു പറയുക. കുടുംബ ബന്ധം മുറിഞ്ഞവരുണ്ടെങ്കിൽ ഒന്നിക്കുക. 3 വിഭാഗക്കാരുടെ ദുആ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കപ്പെടില്ല. അത് ഏതെന്നോ? ഒന്നാമത്തെ വിഭാഗം വെറും നാവ് കൊണ്ട് ദുആ ചെയ്യുന്നവർ. മനസ്സിൽ തട്ടാതെ വെറും നാവ് കൊണ്ട് വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു അവരുടെ ദുആ ഒരിക്കലും സ്വീകരിക്കില്ല. രണ്ടാമത്തെ വിഭാഗം ഹറാമായി സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം, വസ്ത്രം ഉപയോഗിക്കുന്നവരുടെ ദുആ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കില്ല. അതെല്ലാം ഹറാമിലായിരിക്കും സമ്പാദിച്ചത്, ഹറാമിന്റെ ഭക്ഷണമായിരിക്കും അത്. ഇങ്ങനെയുള്ളവരുടെ ദുആ ഒരിക്കലും അള്ളാഹു സ്വീകരിക്കില്ല. മൂന്നാമത്തെ വിഭാഗം ക്ഷമയില്ലാത്തവരുടെ ദുആ, വിശ്വാസമില്ലാത്തവരുടെ ദുആ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സ്തുതിക്കാത്തവരുടെ ദുആ. ഇവരുടെ ദുആ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കില്ല. നിങ്ങൾ എപ്പോൾ ദുആ ചെയ്യുമ്പോഴും ഞാൻ ഇന്ന് പറഞ്ഞ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ദുആ സർവശക്തനായ അള്ളാഹു പിടിക്കപ്പെടുന്നതാണ്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായി നോക്കേണ്ടത്, നിങ്ങൾ ദുആ ചെയ്യുന്നതിന് മുമ്പായി ബിസ്മി ചൊല്ലലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു വ്യക്തി ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും അതിന്റെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിൽ ബർക്കത്ത് ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലാറുണ്ടോ എന്ന് ആലോചിക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയാറുണ്ടോ? നമുക്ക് അള്ളാഹു തആല എത്ര അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് അള്ളാഹു തആല ആരോഗ്യം തന്നു, നല്ലൊരു ഫാമിലിയെ തന്നു, സൗന്ദര്യം തന്നു, വീട്, പണം, മക്കൾ, ഇങ്ങനെ എത്ര അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിനെല്ലാം അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എല്ലാ ദുആയും മറക്കപ്പെട്ടതാണ്. അത് പിടിച്ചുവെക്കും. ഏതുവരെ? ആ വ്യക്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ദുആയിൽ ഉൾപ്പെടുത്തുന്നത് വരെ. നിങ്ങൾ ചെയ്യുന്ന ദുആയിൽ അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ടോ? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാറുണ്ടോ? മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ ദുആ സ്വീകരിക്കപ്പെടുന്നതല്ല. നിങ്ങൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടേ തുടങ്ങാവൂ. അപ്പോൾ എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
ആദ്യമായിട്ട് ബിസ്മി ചൊല്ലുക. രണ്ടാമത് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനെ സ്തുതിക്കുക. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല സ്വീകരിക്കപ്പെടുന്നതാണ്. അള്ളാഹു നമ്മുടെ ദുആക്ക് 3 രീതിയിലാണ് എപ്പോഴും ഉത്തരം നൽകുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വീഡിയോസായി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്തു വെക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.